നമസ്കാരം. LGS പാരാമെഡിക്കൽ കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പൊതുവെ ഡിമാൻഡുള്ളൊരു പാരാമെഡിക്കൽ കോഴ്സാണ് BOT, അതായത് ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി. കേരളത്തിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഈ കോഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവെ LBSൽ BOT കോഴ്സ് ലഭിക്കാൻ വളരെ ഉയർന്ന ഇൻഡെക്സ് മാർക്ക് ആവശ്യമായി വരാറുണ്ട്. പിന്നെ BOT കോഴ്സിന് കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുൻപ് കേരളത്തിലെ ഓരോ കോളേജുകളിലും കഴിഞ്ഞ വർഷം ഈ കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വേണ്ടി വന്ന ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് ഏത് കോളേജിലായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ വർഷം അതനുസരിച്ച് കോളേജ് ഓപ്ഷൻ കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 5 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സാണ് BOT. കേരളത്തിൽ BOT കോഴ്സ് നൽകുന്ന കോളേജുകൾ ആകെ 4 മാത്രമാണ്. സീറ്റുകളാകട്ടെ 50ഓളം മാത്രവും. ഇനി കഴിഞ്ഞ വർഷം ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വേണ്ടി വന്ന ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും എത്രയായിരുന്നു എന്ന് പരിശോധിക്കാം. ഇവിടെ പറയുന്ന ഇൻഡെക്സ് മാർക്കുകൾ കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചവരുടെ ഏറ്റവും കുറഞ്ഞ മാർക്കിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇവിടെ മാർക്കിൻ്റെ മുൻപ് സൂചിപ്പിച്ചിരിക്കുന്ന ചില കോഡുകൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. SM എന്നാൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറി. EW എന്നാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ. LC എന്നാൽ ലാറ്റിൻ കാത്തലിക്. BX എന്നാൽ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ. MG എന്നാൽ മാനേജ്മെൻറ്റ് കോട്ട. MU എന്നാൽ മുസ്ലിം കാറ്റഗറിയും. EZ എന്നാൽ ഈഴവ കാറ്റഗറിയും. SC ST എന്നാൽ ഷെഡ്യൂൾ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറികളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കോളേജിൻ്റെ SM, അതായത് ജനറൽ കാറ്റഗറി മാർക്ക് മാത്രം നോക്കി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ നിങ്ങൾക്കും അതേ മാർക്ക് വേണ്ടി വരും എന്ന് കരുതരുത്. നിങ്ങളുടെ കാറ്റഗറിയിൽ നൽകിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇനി ഓരോ കോളേജുകളുടെയും ഇൻഡെക്സ് മാർക്ക് വിവരങ്ങൾ നോക്കാം. ആദ്യം തന്നെ NIT, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, തിരുവനന്തപുരം ആണ്. ഇവിടെ SM കാറ്റഗറിയിൽ 291.67, EZ കാറ്റഗറിയിൽ 290, MU കാറ്റഗറിയിൽ 291.67, LC കാറ്റഗറിയിൽ 285.83, SC കാറ്റഗറിയിൽ 269.17 കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വേണ്ടി വന്ന ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. അടുത്ത കോളേജിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. BOT എന്ന കോഴ്സ് എല്ലാവർക്കും യോജിച്ച ഒരു കോഴ്സല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. കോഴ്സ് കഴിഞ്ഞ ശേഷം ഈ പ്രൊഫഷനിൽ വിജയിക്കാൻ ചില പ്രത്യേക ഗുണങ്ങൾ കൂടി വേണ്ടിവരും. ഒന്നാമതായി, വളരെയധികം ക്ഷമ, അതായത് പേഷ്യൻസ് വേണ്ടി വരുന്ന ഒരു കോഴ്സാണിത്. സ്ട്രോക്ക് വന്നവരെയും ഭിന്നശേഷിയുള്ള കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ വളരെ ക്ഷമയോടെ ചികിത്സിക്കേണ്ട ഒരു മേഖലയാണിത്. രോഗികളുടെ വേദന മനസ്സിലാക്കി അവരോട് കാരുണ്യത്തോടെ ഇടപെടാനും സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിചരിക്കാനും താല്പര്യമുള്ളവർ മാത്രം ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രത്യേകമായി ഒന്നുകൂടി പറയുകയാണ്. ഇതുകൂടാതെ രോഗികളെ താങ്ങാനും വ്യായാമം ചെയ്യിക്കാനും നല്ല ശാരീരിക അധ്വാനവും ആവശ്യമാണ്. ചുരുക്കത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ക്ഷമയും സ്നേഹവും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക. അതായത് ഒരു ജോലി എന്ന നിലയിൽ മാത്രം ഈ പ്രൊഫഷനിലേക്ക് വന്നവർക്ക് പിന്നീട് ജോലിയോടുള്ള താല്പര്യക്കുറവ് മൂലം പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത കോളേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അടുത്തത് PIT, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ ആണ്. കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് ഇവിടെ SM കാറ്റഗറിയിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറിയിൽ 298.4, EZ കാറ്റഗറിയിൽ 297.5, MU കാറ്റഗറിയിൽ 295.01, SC കാറ്റഗറിയിൽ 270.83. ചുരുക്കത്തിൽ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ 298.4 അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വന്ന ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. അടുത്തത് KOT, അതായത് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, കോഴിക്കോടാണ്. സെൽഫ് ഫിനാൻസിങ് കാറ്റഗറിയിലുള്ള ഈ കോളേജിൽ 2025 LBS അലോട്ട്മെൻറ്റ് ഡേറ്റ അനുസരിച്ച് SM കാറ്റഗറിയിൽ 296.67, MU കാറ്റഗറിയിൽ 296.66, LC കാറ്റഗറിയിൽ 255.84, SC കാറ്റഗറിയിൽ 250.83 അലോട്ട്മെൻറ്റ് ലഭിച്ചവരുടെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാറ്റഗറി അനുസരിച്ച് ഇൻഡെക്സ് മാർക്കിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട് എന്നതാണ്. നാലാമതായി വരുന്നത് NRT, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ട്രിവാൻഡ്രം. ഇവിടെ NRI കോട്ടയിൽ ഇൻഡെക്സ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. അത് 286. ചുരുക്കത്തിൽ കേരളത്തിൽ BOT കോഴ്സ് നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എന്ന് മാത്രമല്ല ആകെയുള്ള സീറ്റുകളാകട്ടെ 50 മാത്രവും.
അതുകൊണ്ട് തന്നെ അപേക്ഷകർ കൂടുതലായാൽ കോമ്പറ്റീഷൻ കൂടുകയും അതനുസരിച്ച് ഇൻഡെക്സ് മാർക്ക് കൂടുതൽ വേണ്ടി വരികയും ചെയ്യും. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിൽ കേരളത്തിലെ BOT കോളേജുകളെ മാത്രം ആശ്രയിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ നല്ല ഒക്യുപേഷണൽ തെറാപ്പി കോളേജുകൾ കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. കൂടാതെ വളരെ ഉയർന്ന ജോലി സാധ്യതയും ശമ്പളവുമുള്ള ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയോ തെറാപ്പി, ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയ കോഴ്സുകളും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകൾക്ക് നല്ല ശമ്പളത്തിൽ കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് നൽകുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ചുരുക്കത്തിൽ 2025 അലോട്ട്മെൻറ്റ് ഡാറ്റ അനുസരിച്ച് ജനറൽ കാറ്റഗറിയിൽ 291.7 വരെ മാർക്കുണ്ടായിരുന്നവർക്കും, മുസ്ലിം കാറ്റഗറിയിൽ 291.67 വരെ ഇൻഡെക്സ് മാർക്കുണ്ടായിരുന്നവർക്കും, SC കാറ്റഗറിയിൽ 250.83 വരെ ഇൻഡെക്സ് മാർക്കുണ്ടായിരുന്നവർക്കും, NRI കാറ്റഗറിയിൽ 286 വരെ മാർക്കുണ്ടായിരുന്നവർക്കും BOT കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് LBS ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഓരോ കോളേജിലും വളരെ ശ്രദ്ധയോടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. BPT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളുടെയും റേഡിയോ തെറാപ്പി കൂടാതെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഇൻഡെക്സ് മാർക്ക് വിവരങ്ങൾ അടങ്ങിയ വീഡിയോകളും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതാണ്. അവസാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് ഒരു റെഫറൻസായി മാത്രം എടുക്കുക എന്നതാണ്. ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് മൊത്തം അപേക്ഷകരുടെ എണ്ണം, ഓപ്ഷൻസ്, കാറ്റഗറി, അവൈലബിൾ സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അനുസരിച്ചാണ് അലോട്ട്മെൻറ്റ് നടത്തുക എന്നുകൂടി മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.